പാറു, മാഡം വരൂ. ഇരിക്കൂ മാഡം. എനിക്കിരിക്കാൻ സമയമില്ല പാറു. ഞാൻ തിരിച്ചു പോവുക. പാറുവിനോട് യാത്ര പറയാനാ ഞാൻ വന്നത്. ഇവിടെ കുറച്ചു ദിവസം നിൽക്കാനല്ലേ വന്നത്? എന്നിട്ട് ഇത്ര വേഗം തിരിച്ചു പോവാണോ? മമ്മി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ചിന്നുവിനോട് നേരിട്ട് പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു. കേട്ടപ്പോ ചിന്നുവിന് വളരെ സന്തോഷായി. അത് കണ്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണം. അതിന് ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പാറു എന്താ വല്ലാതെ? ഒരു ഉന്മേഷമില്ലല്ലോ. ആകെ തളർന്നതുപോലെ. മാഡം പറഞ്ഞത് ശരിയാ. എനിക്ക് നല്ല തളർച്ചയും ക്ഷീണവും ഉണ്ട്. ശരീരമാകെ ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദനയുണ്ട്. എന്തു പറ്റിയതാ? അറിയില്ല മാഡം. കസേരകളിയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ചിന്നു പറഞ്ഞു. ശരീരം മറന്ന് തകർത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ബോഡി പെയിൻ. ഇല്ല മാഡം, കസേരകളിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോഴൊന്നും എനിക്ക് മേലുവേദന ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ തല കറങ്ങുന്ന പോലെ തോന്നി. കൈയും കാലൊക്കെ കുഴയുന്ന പോലെയും തോന്നി. എന്ത് പറ്റിയതാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്നു, മുഴുവൻ സമയവും നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? പാറുവിന് എന്തായിരിക്കും സംഭവിച്ചത്? നിനക്കെന്താ തോന്നുന്നേ? മമ്മി, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാ ഞാൻ അറിയുന്നേ. ഇതിലെന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ. മമ്മിയുടെ വക്കീൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്. അവിടെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും എടുത്ത് ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ടാവും. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിച്ചാലേ അതങ്ങ് മാറിക്കോളും. മമ്മിക്ക് ലേറ്റ് ആവുന്നില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ചിന്നുവിന്റെ കൂടെ ഒരു ദിവസം നീ വീട്ടിലേക്ക് വരണം. ചിന്നു, ഇനി നീ വീട്ടിലേക്ക് വരുമ്പോ പാറുവിനെ കൊണ്ട് വരണം. ഞാൻ ഇറങ്ങാ പാറു. പാറുവിനെ കണ്ടാലറിയാം നല്ല ബോഡി പെയിനും ക്ഷീണവും ഉണ്ട്. തനിച്ചാക്കണ്ട. നീ അവളുടെ കൂടെ നിൽക്കേ, ഞാൻ പോയിക്കോളാം. പിന്നെ ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ? ഞാൻ ഈ ടൗൺ കടക്കുന്നതിന് മുൻപ് അത് കിട്ടിയെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കണം. എവിടുന്നാ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയണ്ട. ഇതാരുടെ ആയിരിക്കും? സ്വർണം തന്നെയാ? ഗാർമെന്റ്സിൽ ആരുടെയെങ്കിലും ആണോ എന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, സ്വർണം ആയതുകൊണ്ട് എന്റേതാന്ന് എല്ലാരും കള്ളം പറഞ്ഞാലോ? ഉടമസ്ഥന് അന്വേഷിച്ച് വരുമ്പോ കൊടുക്കാം.